ശരിക്കും മുറുകെ പിടിച്ചോ, നമുക്ക് തല കീഴായിട്ട് കറങ്ങാം. എടാ ബണ്ടി, നിന്നെ കൊണ്ട് ഇങ്ങനെ ചെയ്യാൻ പറ്റുമോ? നിനക്ക് എന്നെ പോലെ ഒന്നും ചെയ്യാൻ പറ്റില്ല. എന്തുകൊണ്ട് പറ്റില്ല? എനിക്കിപ്പോ എന്ത് വേണേലും ചെയ്യാൻ പറ്റും. ദേ ഇത് കണ്ടോ? നീ പേടിക്കണ്ടോ. ശരിക്കും ഇങ്ങനെ കളിക്കാൻ നല്ല രസമുണ്ട് വീർ. വീർ എന്നെ രക്ഷിക്ക്. എന്റെ പ്രിയപ്പെട്ട കൊച്ചു കൊച്ചു കൂട്ടുകാരെ, ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്, നിങ്ങൾ ബുക്കിലേക്ക് തന്നെ തിരിച്ചു പോയിക്കോളൂ. നിങ്ങളാണ് ഞങ്ങളെ രക്ഷിച്ചിരിക്കുന്നത്. നിങ്ങൾ പറയുന്നത് എന്തും ഞങ്ങൾ ചെയ്യും. ഇതൊരു അപകടം പിടിച്ച സ്ഥലമാ. ബൈ ബൈ. ബൈ ബൈ. ആ പിന്നെ യൂണിക്കോൺ, നീയും ചെറുതായി മാറിയേക്ക്. എന്റെ ഈ കൊമ്പെടുത്ത് മാറ്റ്, പക്ഷെ എന്റെ ചിറക് മാത്രം എടുത്ത് മാറ്റല്ലേ. എനിക്ക് പറന്ന് നടക്കാൻ നല്ല രസമാ. ചേടാ, എന്താ ഇങ്ങനെ ചെയ്തത്? എനിക്ക് എന്റെ ചിറക് തിരിച്ചു താടാ. അല്ല, ഞാനെങ്ങനെ ഇവിടെ എത്തിയത്? ഞാൻ ആകാശത്തില് യൂണിക്കോണിന്റെ മേലെ സവാരി ചെയ്യായിരുന്നല്ലോ. നല്ല രസമായിരുന്നല്ലോ. നിന്റെ ഗ്യാസ് ഒന്ന് ഫയർ ചെയ്ത് കാണിക്കുക ഗ്യാസോലിയൻ. നിന്റെ ഗ്യാസ് കാരണം നീയും കാണാതാവുന്നതായിരിക്കും. വീർ ദ റോബോ ബോയ്, നിന്റെ ഈ ലേസർ ബീംസിന് എന്റെ ഈ ഫാക്ടറോയിഡിനെ ഒരിക്കലും തകർക്കാൻ പറ്റില്ല. ഫാക്ടറോയിഡിന്റെ അറ്റാക്കിൽ നിന്ന് ഇതുവരെ ആരും രക്ഷപ്പെട്ടിട്ടില്ല. വീർ, നിനക്കെന്നെ ഒന്നും ചെയ്യാൻ സാധിക്കുന്നതല്ല. ദാ കണ്ടോ. എന്റെ ഗ്യാസ്. ബൈ ഗ്യാസോലിയൻ, നിന്റെ സീക്രട്ട് ഗ്യാസിന്റെ സിലിണ്ടർ ഇതാ പൊട്ടിക്കഴിഞ്ഞു. നീയും മായമായി മറിഞ്ഞു പോകും. ബൈ ബൈ, ഞാൻ പോകുന്നു. നോ നോ നോ. വീർ, ഞാനൊരു 2-3 ദിവസത്തേക്ക് നമ്മുടെ ഗ്രാമത്തിലേക്ക് പോവുക.
എനിക്ക് എന്റെ പഴയ സുഹൃത്തുക്കളെയൊക്കെ ഒന്ന് കാണണം. വീടും കാര്യങ്ങളും ഒക്കെ നന്നായിട്ട് നോക്കിക്കോണം കേട്ടോ മോനെ. അപ്പൂപ്പ നിങ്ങൾ വിഷമിക്കണ്ട, റിലാക്സ് ആയിട്ട് പോയിട്ട് വാ. എന്റെ ചീറ്റ് റോബോട്ട്സ്, നിങ്ങളുടെ മെമ്മറി ലിസ്റ്റിൽ ഈ 2 ഫോട്ടോസും ഫീഡ് ചെയ്ത് വെക്കുക. ഇവരെ നിങ്ങൾ എവിടെ വെച്ച് കണ്ടാലും ശരി, അവിടെ വെച്ച് തന്നെ അവസാനിപ്പിച്ചേക്കുക. ബോസ് ബോസ്, വീറിന്റെ അപ്പൂപ്പൻ 3 ദിവസത്തേക്ക് ഗ്രാമത്തിലേക്ക് പോയിരിക്കുക. ഓ, എന്ന് വെച്ചാൽ ഡോക്ടർ പ്രേം സഹായി ഇവിടെ ഉണ്ടാവുകയില്ല. വെരി ഗുഡ്. എന്റെ മാഡായ ബ്രെയിനിൽ മാഡ് ഐഡിയ വന്നുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ ടിംബക്ടു, നീ ഇപ്പോൾ പുറത്തേക്ക് പോകൂ. 5 മിനിറ്റിന് ശേഷം ഇവിടേക്ക് വരിക. ഓക്കേ ബോസ്. ബോസ് ബോസ് ബോസ്, വീറിന്റെ അപ്പൂപ്പൻ ദാ ഇങ്ങോട്ടാണല്ലോ വന്നത്. നീ എന്താണ് ഈ ചെയ്യുന്നത്? Mad Max ആ? എന്നെ ഒന്നും ചെയ്യല. എന്റെ ബോസിന്റെ ശബ്ദത്തിൽ സംസാരിച്ച് എന്നെ പറ്റിക്കാൻ നോക്കുന്നു. ബോസ് ബോസ് ബോസ്, ഒന്ന് പെട്ടെന്ന് വരൂ. വീറിന്റെ അപ്പൂപ്പനെ ഞാനിതാ പിടിച്ചു കഴിഞ്ഞു. എടാ പൊട്ട, ഞാനായത്. വീറിന്റെ അപ്പൂപ്പൻ ഗ്രാമത്തിലേക്ക് പോയില്ലേ? ബോസ്, ഇത് നിങ്ങളായിരുന്നോ? സോറി ബോസ്, സോറി. ഞാൻ വീറിന്റെ അപ്പൂപ്പന്റെ വേഷത്തിൽ പോവുകയാണ്. പുതിയ റോബോട്ടുകൾ ഉണ്ടാക്കാനുള്ള എല്ലാ ഡാറ്റാസും അവന്റെ വീട്ടിൽ നിന്ന് അടിച്ചു മാറ്റാനാണ് പോകുന്നത്. പിന്നെ ഞാൻ വളരെ വിചിത്രമായ ഒരു റോബോട്ടിനെ ഉണ്ടാക്കും. You are genius, boss. She is right, boss. ടിംബക്ടു, നീയും ഇപ്പോൾ എന്റെ കൂടെ വരൂ. നിന്റെ സെറ്റപ്പും ഗെറ്റപ്പും എല്ലാം മാറ്റുക. എന്റെ സ്വപ്നങ്ങളെല്ലാം ഇന്ന് പൂവണിയുകയാണ്. വീർ, ഞാൻ ഇതാ. അകിടം പകിടം ആലം പാലം ഇക്കിടം തിക്കിടം ദം തമാദം. അല്ല, പെട്ടെന്ന് നമ്മൾ ഓടി വന്ന റോഡെന്താ മലയായത് മോനെ? ഈ റോഡ് ഇങ്ങനെ തന്നെയായിരുന്നു. ഈ വഴിയിൽ കൂടെയാണ് അപ്പൂപ്പൻ വേഗം ഓടി ഫസ്റ്റ് ആകുന്നത്. ഒന്ന് വേഗം ഓട് അപ്പൂപ്പ. അപ്പൂപ്പ, കമോൺ, യു ക്യാൻ ഡു ഇറ്റ്. കമോൺ അപ്പൂപ്പ. അങ്ങനെ തന്നെ അപ്പൂപ്പ, നിങ്ങൾക്കിത് ചെയ്യാൻ പറ്റും. അപ്പൂപ്പ, സൂക്ഷിച്ച്. എന്റെ ദൈവമേ, നല്ല സ്ട്രോങ് ആയിട്ടുള്ള ബാമു ഉണ്ടെങ്കിൽ എടുത്ത് തേക്കടാ. എന്റെ കാലും ശരീരവും ഒക്കെ ഭയങ്കര വേദന, അനങ്ങാൻ പോലും പറ്റുന്നില്ല. ചേടാ അപ്പൂപ്പ, നിങ്ങൾ എപ്പോഴും ഫിറ്റ് ആയിരിക്കുന്ന ആളല്ലേ? പെട്ടെന്ന് എങ്ങനെ അപ്പൂപ്പന്റെ ബോഡി ഇങ്ങനെ ഹീറ്റ് ആയിരിക്കുന്നത്? ഇന്ന് എന്റെ ഹെൽത്ത് കണ്ടീഷൻ അത്ര ശരിയല്ല, അല്ലാതെ വേറൊന്നും അല്ല മോനെ. നീ ഏത് മരുന്നാണ് എന്റെ ദേഹത്ത് അടിച്ചത്? എന്റെ ശരീരം മുഴുവൻ തീ പിടിച്ചതുപോലെ വേദനിക്കുന്നേ. അയ്യോ, ശരിക്കും എന്താ പറ്റിയത് അപ്പൂപ്പ? ഒന്നുമില്ല മോനെ, ഒന്നുമില്ല. എടാ, നീ ഏത് മരുന്നാടാ എന്റെ ദേഹത്തേക്ക് സ്പ്രേ ചെയ്ത് എന്റെ മുന്നു കൂട്ടുകാരാ? ഇത് കണ്ടോ, ഇതല്ലല്ലോ. ഇതടിച്ചപ്പോ എന്താ എനിക്ക് അത്രയും വേദനിച്ചത്? അപ്പൂപ്പ, അതുകൊണ്ട് ഒരു പ്രശ്നവും ഇല്ലെന്നേ. ഇത് പെട്ടെന്ന് ശരിയാകും. നിങ്ങൾ ഫിറ്റ് ആൻഡ് സ്ട്രോങ് അല്ലേ? ശരി, വരൂ. ഇപ്പോൾ ജോഗിങ് കഴിഞ്ഞു. ഇനി നമുക്ക് ആഹാരം കഴിക്കാം. എന്താ, ഓക്കെ അല്ലേ? ഞാൻ ആഹാരം റെഡി ആക്കിയിട്ട് വരാം. മോനെ, നീ എന്താ എനിക്ക് ഉണ്ടാക്കിക്കൊണ്ട് വരാൻ പോകുന്നത്? അപ്പൂപ്പ, വീണ്ടും കാര്യങ്ങളൊക്കെ മറന്നുപോയോ? 20 കിലോമീറ്റർ ജോഗിങ് കഴിഞ്ഞിട്ട് 20 മുളകിട്ട് പൊറോട്ട, പിന്നെ 20 ഗ്ലാസ് പാവക്കയുടെ ജ്യൂസ്, അതല്ലേ അപ്പൂപ്പൻ കുടിക്കുന്നത്? അതല്ലേ അപ്പൂപ്പന്റെ ആരോഗ്യത്തിന്റെ രഹസ്യം? എന്താ? അല്ല, അത് പിന്നെ എങ്ങനെയാ 20 മുളകിട്ട പൊറോട്ട കഴിക്കുന്നത്? എനിക്ക് വേണ്ട മോനെ, എനിക്ക് വേണ്ട, എനിക്ക് വിശക്കുന്നില്ല. ഞാനതെല്ലാം ഓൾറെഡി റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പൂപ്പ. വരൂ അപ്പൂപ്പ. വേണ്ട വേണ്ട മോനെ, എനിക്ക് വേണ്ട. ഇതിൽ കൂടുതൽ എനിക്ക് കഴിക്കാൻ പറ്റില്ല. വേണ്ട, എനിക്ക് വേണ്ട മോനെ. സാരമില്ല, കഴിക്കൂന്നേ. അപ്പൂപ്പൻ തന്നെ എന്റെ അടുത്ത് പറഞ്ഞിട്ടുള്ളത്. വേണ്ടാന്ന് പറയുമ്പോഴൊക്കെ ഞാൻ നിർബന്ധിപ്പിച്ച് കഴിപ്പിക്കണോന്ന് പറഞ്ഞതല്ലേ? കാരണം ഈ ആഹാരം അപ്പൂപ്പന്റെ ബ്രെയിനെ ഹെൽത്തി ആയിട്ട് വെക്കുന്നതാ.